ഇഷ്ടമുള്ള നായകന്മാരെ വെച്ച് സംവിധാനം ചെയ്യുന്ന ഒരുപാട് സംവിധായകരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ കൂട്ടത്തിലേക്ക് പുതിയൊരു ഡയറക്ടറുടെ കടന്നുവരവാണിത്. ഒരു ഫാൻ ബോയ് പടത്തിന്റെ പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അമ്മാതിരി ഒരു ടീസറുമായിട്ടാണ് അദിക് രവിചന്ദ്രൻ വന്നിരിക്കുന്നത്. ഒരു ഫാൻ ബോയ് പടത്തിന്റെ ടീസർ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories. വിടാമുയർച്ച എന്ന സിനിമയ്ക്ക് ശേഷം അജിത് കുമാറിന്റെ പുതിയ ചിത്രം അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന അജിത് കുമാറിനെ നായകനാക്കി ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തി. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സമീപകാലത്ത് ആരാധകർ കാണാൻ കാത്തിരുന്ന തരത്തിൽ, അജിത് കുമാറിനെ കാണാൻ കാത്തിരുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമെന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സൂചന. 1.5 മിനിറ്റോളമാണ് ടീസറിന്റെ ദൈർഘ്യം. തൃഷ നായികയാവുന്ന ചിത്രത്തിൽ സുനിൽ, പ്രസന്ന, അർജുൻ ദാസ് തുടങ്ങിയവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സംഗീതം നൽകിയിരിക്കുന്നത് GV പ്രകാശാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അജിത് കുമാർ നായകനാവുന്ന 2 ചിത്രങ്ങളാണ് തുടർച്ചയായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഒന്നെത്താൻ പോകുന്നു. വിടാമുയർച്ചയാണ് ഇതിനു മുൻപ് തിയേറ്ററുകളിൽ എത്തിയ മറ്റൊരു ചിത്രം. ഫെബ്രുവരി 6 എത്തിയ ചിത്രത്തിന്റെ സംവിധായകൻ മഗീർ തിരുമേനിയായിരുന്നു. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച പ്രേക്ഷക പ്രീതി നേടാൻ സാധിച്ചില്ല എന്നത് സത്യം തന്നെയാണ്. ആ കുറവ് അജിത് കുമാർ ഈ ചിത്രത്തിലൂടെ നികത്തുമെന്നാണ് ടീസറിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. പുഷ്പ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം കാണാൻ ആരാധകർ നല്ല പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. ഏപ്രിൽ 10 ചിത്രത്തിന്റെ റിലീസ്. മാർക്ക് ആന്റണി എന്ന വൻ വിജയ ചിത്രത്തിന് ശേഷം അദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രത്തിന് ഹൈപ്പ് വളരെയധികം വലുതാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജനാണ്. മലയാളത്തിൽ ആമേൻ, ബ്രോ ഡാഡി അടക്കമുള്ള സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച അഭിനന്ദനായിരുന്നു അദിക് രവിചന്ദ്രന്റെ കഴിഞ്ഞ ചിത്രമായ മാർക്ക് ആന്റണിയുടെയും ഛായാഗ്രഹണം. അജിത് കുമാറിന്റെ കരിയറിലെ 63ാമത്തെ ചിത്രമായിട്ടാണ് ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് ഈ ഫാൻ ബോയ് പടത്തിന് വേണ്ടി? Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again. Creativity